അൽ ഖ്വയ്ദയുമായി ഒന്നിച്ച് പ്രവർത്തിക്കുന്ന അൽ ഷാബാബ് മുസ്ലിം തീവ്രവാദ സംഘടനയുടെ തക്ഫീറിസത്തിന്റെയും ജിഹാദിസത്തിന്റെയും ഇടവിട്ട അരങ്ങേറ്റ വേദിയാണ് അൽ ആമു എന്ന് അറബികൾ ഓമന പേരിട്ട് നൽകിയ കെനിയയിലെ ലാമു എന്ന ഈ ദ്വീപ്. കെനിയൻ തീരത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചിതറിക്കിടക്കുന്ന 65ഓളം വരുന്ന ലാമുവിലെ കുഞ്ഞൻ ദ്വീപുകളിലേക്ക് എത്താൻ സ്പീഡ് ബോട്ടുകളോ ചെറുവള്ളങ്ങളോ മാത്രം ആശ്രയമെന്നിരിക്കെ അൽ ഷബാബിന്റെ മനുഷ്യക്കടത്തിനെ ഭയന്ന് ലോകരാജ്യങ്ങൾ സഞ്ചാരികളെ ലാമുവിലേക്ക് പോകുന്നത് വിലക്കിയിട്ടുണ്ട്. സ്വഹേലി സംസ്കാരത്തിന്റെ ഏറ്റവും പുരാതനമായ ഉറവിടമായതുകൊണ്ട് തന്നെ ലോകത്ത് സൂക്ഷ്മമായി സംരക്ഷിക്കപ്പെടുന്ന 12 പൈതൃക നഗരങ്ങളിൽ ഒന്നാണിവിടം. നമുക്ക് ലക്ഷദ്വീപ് എങ്ങനെയാണോ അതുപോലെയാണ് കെനിയയ്ക്ക് ലാമു. ഭൂരിഭാഗവും മുസ്ലിം ജനവാസ മേഖല. വിരലിൽ എണ്ണാവുന്ന മോട്ടോർ സൈക്കിളുകൾ ഒഴിച്ചാൽ വാഹനങ്ങളുമില്ല. പകരം നാം മറന്നു തുടങ്ങിയ കാലഘട്ടം പോലെ കഴുതകളും ഉന്തുവണ്ടികളും മാത്രം. ഈ കാണുന്നതാണ് ഈ ദ്വീപിലെ ഹൈവേ എന്ന് പറഞ്ഞാൽ ആർക്കാണ് വിശ്വാസം വരിക? അതെ, നാൽക്കാലികളുടെ സിഗ്നലുകളില്ലാത്ത ഹൈവേ. വീടുകളെല്ലാം ചത്ത പവിഴക്കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എവിടെ തിരിഞ്ഞാലും ഹിന്ദി പാട്ടുകൾ മൂളുന്നവരും ടിവിയിൽ ഹിന്ദി പാട്ടുകൾ ഉച്ചത്തിൽ കേൾക്കുന്നവരും മാത്രം. 14-ാം നൂറ്റാണ്ടിൽ ഹിന്ദുവിൽ നിന്നും ഇസ്ലാമികരായി മാറിയ ഇന്ത്യയിലെ കോജ വിഭാഗത്തിന്റെ മസ്ജിദും വിശ്വാസികളും ഇന്നും ഇവിടെയുണ്ട്. പഴയ വൈദേശിക ശക്തികളുടെ ആധിപത്യം ചൂണ്ടിക്കാണിക്കുന്ന ഈ കോട്ടയും ലാമുവിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു വരുന്നവർക്കായി വിവരങ്ങൾ കരുതിയിരിക്കുന്ന ഈ മ്യൂസിയവുമെല്ലാം ഈ ഇട്ടാവട്ടത്തിലുണ്ട്. അറബിക്കും ഇന്ത്യനും മാത്രമല്ല, യൂറോപ്യൻ സംസ്കാര സ്വാധീനവും ലാമുവിലെ ഭക്ഷണത്തിനും ജീവിത രീതികൾക്കും ഉണ്ടെങ്കിലും ഇവിടുത്തെ ആളുകൾ സ്വയം പര്യാപ്തരാവുന്നു എന്നതിലുപരി അവരുടെ നാട് വിട്ട് പാശ്ചാത്യ ലോകം തേടി പോകുന്നില്ല എന്നത് ഈ പൈതൃക നഗരത്തെ പഴമയുടെ പുതുമയിൽ ഇന്നും നിലനിർത്തുന്നു.